ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ IPL-ന്റെ മെഗാ ലേലം, മെഗാ ഓപ്ഷൻ വരികയാണ്. വലിയ താര ലേലം തന്നെയാണ് IPL നടക്കുന്നത്. നമുക്കറിയാം, എല്ലാ ടീമുകളും IPL ഒരു മത്സരത്തിൽ 2 ടീമുകളാണ് മത്സരിക്കുന്നത് എങ്കിൽ എല്ലാ ടീമുകളെയും ഉടമകൾ പരസ്പരം വീറും വാശിയോടും കൂടി മത്സരിക്കുന്ന ഒരു മെഗാ ലേലമാണ്. അതായത് 2025 മുതൽ 2027 വരെ വേണ്ടിയുള്ള ടീമിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് നടക്കാൻ പോകുന്നത്. നിലവിൽ ഇന്നലെ BCCI IPL നേതൃത്വത്തിന്റെ കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞ് അവരതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതാണ്ട് 7 പോയിന്റുകളാണ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ട് റിറ്റൻഷൻ റൂൾ ഉണ്ട്, അതുപോലെ തന്നെ RTM ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. RTM എന്താണെന്ന് പറയാം, നമുക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നല്ല ചെലവ് വരും. ഏതാണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ടീമിനെ നിലനിർത്തുന്നതിന് ശേഷം അവരുടെ പരിശീലനമൊക്കെ ആയിട്ട് ടീം സെറ്റായി 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെഗാ ലേലം വരുമ്പോൾ ചില ടീമുകൾക്ക് ഇപ്പൊ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊന്നും മെഗാ ഓപ്ഷനോട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും മെഗാ ലേലത്തിലേക്ക് തന്നെ BCCI പോയിട്ടുണ്ട്. അപ്പൊ മെഗാ ലേലത്തില് നമുക്കാണെങ്കിൽ ഒരു ടീമിന് ഏതാണ്ട് 6 പേരെ വരെ നിലനിർത്താം. ഈ 6 പേരെ നിലനിർത്താന്ന് വെച്ചാൽ ഒരു 3 പേരെ അല്ലെങ്കിൽ പരമാവധി 6 പേരെ എന്നാണ് പറയുന്നത്. പരമാവധി 6 പേരെ വരെ നിലനിർത്താം. അതിൽ പരമാവധി 5 പേരെ നമുക്ക് നിലവിലെ രാജ്യാന്തര താരങ്ങളെയും പരമാവധി 2 പേരെ പുറത്തുള്ള താരങ്ങളെയും നിലനിർത്താമെന്നാണ് പറയുന്നത്. അപ്പൊ പരമാവധി വരെ 5 പേരെയും പരമാവധി വരെ 2 പേരെ പുറത്തുള്ള വിദേശ താരങ്ങളെ നിലനിർത്താം. മൊത്തത്തിൽ 6 പേരെ മാത്രമേ നിലനിർത്താൻ പറ്റൂ. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു 5 പേരെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള നിലനിർത്തൽ റിട്ടൈൻ ചെയ്യിച്ച് അവിടെ നിലനിർത്താം ഒരു ടീമിൽ. പക്ഷെ ഒരാളെ RTM-ലൂടെ വിളിച്ചെടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഒരാളെ നിലനിർത്തിയിട്ട് ബാക്കി 5 പേരെ RTM-ലൂടെ വിളിച്ചെടുക്കേണ്ടി വരും. അപ്പൊ ഈ RTM കാർഡ് വഴി അല്ലാതെ റിറ്റൻഷൻ വഴിയാണ് നമുക്ക് നിലനിർത്താൻ സാധിക്കുക. അപ്പൊ റിറ്റൻഷനിലൂടെ എത്ര പേരെ നിലനിർത്തുന്നോ അതല്ലാതെ ബാക്കിയുള്ള ആളുകളെ ഇപ്പൊ 3 പേരെ റിറ്റൻഷനിലൂടെ നിലനിർത്തിയെങ്കിൽ ബാക്കി 3 പേരെ അല്ലാതെ നിലനിർത്തണം. അപ്പൊ അതില് ഒരു RTM എന്ന് പറഞ്ഞാൽ RTM റൂൾ എന്ന് വെച്ചാൽ റിറ്റൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ 6 പേരിൽ പരമാവധി 5 പേര് വരെ നമുക്ക് റിറ്റൻഷനിലൂടെ നമുക്ക് നിർത്താം. ബാക്കി ഒരാളെ RTM-ലൂടെ നിലനിർത്താം. ഈ RTM എന്ന് പറയുന്ന ഒരു താരത്തെ ടീം റിലീസ് ചെയ്തതിന് ശേഷം ആ ടീമിനെ ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് ഒരാളെ റിലീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ റിലീസ് ചെയ്തതിന് ശേഷം അയാളെ ടീമിന് തിരിച്ചു വേണമെങ്കിൽ ഇപ്പൊ അയാളെ മുംബൈ ഇന്ത്യൻസ് വിളിച്ചു, 20 കോടിക്ക് വിളിച്ചു. 20 കോടി ചെന്നൈക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അയാളെ ചെന്നൈക്ക് നിലനിർത്താം. അതാണ് RTM എന്ന് പറയുന്നത്. അപ്പോ പരമാവധി 5 ക്യാപ്ഡ് പ്ലേയേഴ്സിനെയും പരമാവധി 2 അൺക്യാപ്ഡ് പ്ലേയേഴ്സിനെയാണ് നമുക്ക് നിലനിർത്താൻ സാധിക്കുക. അപ്പൊ മൊത്തത്തിൽ 6 പേരെ നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ 2 കാര്യങ്ങളാണുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടൊരു മറ്റൊരു റീല്, നമ്മളിപ്പോ ലേലത്തിലൂടെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഒരു താരത്തെ നിലനിർത്തുന്നതിനൊപ്പം അവർക്ക് മാച്ച് ഫീ കൂടി ലഭിക്കുന്നതാണ്. ജയിച്ചാൽ തന്നെ അതിന്റെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാച്ച് ഫീ എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്ലെയർ ഉൾപ്പെടെ ഇമ്പാക്ട് പ്ലെയർ റൂൾ ഈ IPL-ൽ തുടരും. അത് ഈ 2 വർഷത്തേക്ക് ഇമ്പാക്ട് പ്ലെയർ ഉണ്ടാവും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മാച്ച് ഫീ എന്ന് പറയുന്നത് ഏതാണ്ട് 7.5 ലക്ഷം രൂപ. നമുക്കിപ്പോ 20 കോടി നമുക്ക് മൊത്തത്തിൽ 2 വർഷത്തേക്ക് നമുക്ക് കരാർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം ഓരോ കളിക്കും 7.5 ലക്ഷം രൂപ വെച്ച് കളിക്കുന്ന ടീമിലുള്ള ആളിന് ലഭിക്കും. മാച്ച് ഫീ ആയിട്ട് ആ പ്ലേയിങ് 11-ലുള്ള ആളുകൾക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്ലെയർ ഓപ്ഷനിൽ എല്ലാ പ്ലെയേഴ്സും രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം കുറെ ഇംഗ്ലീഷ് താരങ്ങൾ ഒക്കെ കഴിഞ്ഞ IPL-ൽ രജിസ്റ്റർ ചെയ്തു. അവർ ഒന്നാമത്തെ കളി കളിച്ചു, അതിനുശേഷം സമയമില്ല അല്ലെങ്കിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ഇല്ലാതാക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും പൂർണ്ണമായിട്ടും സീസൺ മൊത്തം കളിക്കണം. അത് അല്ല എങ്കിൽ 2 IPL-ൽ നിന്ന് അവരെ ബാൻ ചെയ്യുന്ന ഒരു പുതിയ റൂളൂടെ ഒരു മികച്ച റൂളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ ഒരുപാട് വിദേശ താരങ്ങളൊക്കെ തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും സീസൺ പൂർണ്ണമായിട്ട് IPL-നൊപ്പം ഉണ്ടാവണം, ടീമിനൊപ്പം ഉണ്ടാവണം. അതല്ലെങ്കിൽ 2 IPL-ൽ നിന്ന് അവരെ ബാൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ധോണിയെ ഇനി അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ആക്കുമെന്നാണ് പറയുന്നത്. അതിനുള്ള ഒരു റൂള് കൊണ്ടുവന്നിരിക്കുന്നത് 5 വർഷത്തേക്ക് ഇന്റർനാഷണൽ മാച്ചുകൾ ഒന്നും കളിച്ചിട്ടില്ലെങ്കിൽ, ഇന്റർനാഷണൽ ഏകദിനം, ഇന്റർനാഷണൽ ടെസ്റ്റ്, ഇന്റർനാഷണൽ
അതുപോലെ തന്നെ 2020 ഒന്നും കളിച്ചിട്ടില്ല, BCCI ആയിട്ടുള്ള കരാറിൽ ഇല്ലാതിരിക്കുന്ന ആള് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അയാളെ അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ആവും. ധോണിയെ നിലവിലെ അൺക്യാപ്ഡ് ആയിട്ട് ഇവർക്ക് വേണമെങ്കിൽ നിലനിർത്താവുന്നതാണ്. അതായത് നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു 4 പ്ലേയേഴ്സിനെ ഇപ്പോ അവരുടെ ക്യാപ്റ്റനെ ജഡേജ ഉൾപ്പെടെയുള്ള 4 പേരെ നിലനിർത്തിയിട്ട് പിന്നെ ഇവർക്കാണെങ്കിൽ അൺക്യാപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ധോണിയെ കൂടി ഇവർക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ ധോണി ഇനി ഇവിടെ ക്യാപ്ഡ് പ്ലേയേഴ്സ് ആയിരിക്കത്തില്ല, ഒരു അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ആണ്. ഇത് ഇന്ത്യൻ കളിക്കാർക്ക് മാത്രം ബാധകമാകുന്ന ഒരു നിയമമാണ്. പല ആളുകൾക്കും ഇതിന്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ധോണിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ധോണിയെ അൺക്യാപ്ഡ് ആയിട്ട് നിലനിർത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിയും ഈ നിയമത്തിലൂടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും IPL ഒരു വലിയ ലേലത്തിലേക്ക് IPL പോവുകയാണത്. ഒരുപാട് ആളുകൾ, അപ്പൊ രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ടീം മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും 6 പേരെ ടീമിന് നിലനിർത്താൻ സാധിക്കുന്നു. RCM വഴി ഉൾപ്പെടെ 6 പേരെ നിലനിർത്താം. അതിൽ എന്തായാലും ഉറപ്പായിട്ടും റീറ്റൻഷനിലൂടെ 5 പേരെ നമുക്ക് നിലനിർത്താൻ സാധിക്കും, ഓരോ ടീമിനെ നിലനിർത്താൻ സാധിക്കും. അത് ആരൊക്കെയാണെന്നുള്ള കൗതുകത്തിലാണ് ക്രിക്കറ്റ് ലോകം ഇരിക്കുന്നത്. മറ്റുള്ള വാർത്തകളുമായിട്ട് ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.